എൻ്റെ വാഹനത്തിൻ്റെ ഒരു സ്ഥിതിയാണത്. ടാറ്റ ടിയാഗോ. ആ ബോണറ്റ് തുറന്നാണ്ടാ, ബോണറ്റ് തുറന്ന്. വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ്. വേണ്ടേ, വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ്. തുറന്നാണ്. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തെന്നും പറഞ്ഞ് സർവീസ് ചെയ്ത് കൊണ്ടുവന്ന സാധനമാണ്. ഇങ്ങോട്ട് ഓക്കെ. ഇത് വേണ്ട, ഇതാണ് സ്ഥിതി. വണ്ടിയുടെ സ്ഥിതി ഇതാണ്. ഡയറക്റ്റ് മോട്ടോഴ്സ് ചെയ്ത ഇതാണ്. സോഫ്റ്റ്വെയർ ചെയ്തെന്നും പറഞ്ഞ് വണ്ടി കൊണ്ടുപോയി അപ്ഡേഷൻ ചെയ്തെന്നും പറഞ്ഞ് കൊണ്ടുവന്ന വാഹനമാണിത്. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചോളി. പിടിക്കണ്ട. ഈ വാഹനത്തിൻ്റെ കംപ്ലൈൻറ്റ് ഇതാണ്. വാഹനം സ്റ്റാർട്ടാവുന്നില്ല. ഇഗ്നീഷൻ ഓഫാണ്. ഇഗ്നീഷൻ ഓഫാണ്. ചാവി ഊരിയെടുക്കുകയാണ്. ഒന്നില്ലല്ലേ, ചാവി ഊരിയെടുക്കുകയാണ്. ചാവി ഊരിയെടുത്ത്. ചാവി ഇതാണ് വണ്ടിയുടെ ചാവി. കണ്ടോ, വാഹനത്തിൻ്റെ ചാവി ഇതാണ്. ഇതാണ് ഗതി. ഇതാണ് സ്ഥിതി. ഇത് 3 പ്രാവശ്യം വന്നിട്ട് ഞാൻ കമ്പനിയിൽ കൊണ്ടുപോയി വണ്ടി അവരെ വന്ന് എടുത്തുകൊണ്ട് പോയി ശരിയാക്കി കൊണ്ട് തന്ന വാഹനമാണിത്. ഇതാണ് വാഹനത്തിൻ്റെ ഗതി. നോക്ക്, പിടിക്കണം. ഓടുന്ന സ്ഥിതിയാണില്ല. എൻ്റെ ഫോട്ടോസ് കൊടുക്കും. എൻ്റെ വാഹനമാണിത്. നോക്ക്, ഇതുകൂടെ കാണിക്കും. വാഹനമാണ് ചാവി എൻ്റെ ഇരിക്കുന്നു. വാഹനത്തിൻ്റെ ചാവി. വാഹനത്തിൽ ചാവി ഉണ്ടോ നോക്കിയാൽ. ചാവിയില്ല. അല്ല കത്തട്ടെ. ഇത് പുല്ലേ കത്തട്ടെ. വണ്ടി എടുത്തിട്ട് 3 മാസമേ ഉള്ളൂ. കത്തട്ടെ ഇത്. അല്ല, ഇത് കത്തണം ഈ വണ്ടി. ഇത് ഒരു പ്രാവശ്യം വണ്ടി കമ്പനി കൊണ്ടുപോയി അതിന് വേണ്ടുന്ന അപ്ഡേഷൻ ചെയ്ത് അതിൻ്റെ സോഫ്റ്റ്വെയർ എല്ലാം അപ്ഡേഷൻ ചെയ്തെന്ന് പറഞ്ഞ് കൊണ്ടുവന്ന വാഹനമാണിത്. എനിക്ക് ഈ വാഹനത്തിൻ്റെ ആവശ്യമില്ല. ഇങ്ങനെ എങ്ങനെയാണ് ഇതായിരിക്കുന്നത്? തെളിവ് ഉൾപ്പെടെ ഇരിക്കുകയാണ്. അപ്പോൾ ചാവി എൻ്റെ കയ്യിലുണ്ട്. ഇപ്പം കത്തും വണ്ടി മിക്കവാറും. നോക്കിയാണ്. ഇത് ഒന്നുകൂടെ പിടിച്ച് കാണിച്ചു കൊടുത്തത്. അതങ്ങനെ കാണിച്ചോട്ട്. പുക വരണേട്ടോ. പുക വരട്ടെ. പുക വരണമല്ലോ. പുക വരട്ടെ. റെക്കോർഡിങ് തന്നെയല്ലേ. കാര്യങ്ങളെല്ലാം വോയിസല്ലേ വണ്ടി. അതുകൊണ്ടോ പുകയുന്നുണ്ട. തീ പാർന്നെന്ന് പറ. തീയാണ് പാർന്നത്.